എന്നാലും എൻ്റെ വസീമേട്ടാ, ഇങ്ങനെയൊക്കെ പറയാമോ? രാജ്യത്തിന് വേണ്ടി ലൂസേഴ്സ് ഫൈനൽ കളിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നൊരവസ്ഥയിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. വെറ്റ് ഔട്ട്ഫീൽഡ്, മഴ, ഈ മാച്ച് തന്നെ കുളമാവുമെന്ന് വിചാരിച്ചാണ് ഞങ്ങൾ നിൽക്കുന്നത്. അപ്പോഴാണ് ശ്രദ്ധിച്ചത്, കഴിഞ്ഞ ദിവസം വന്ന സംഭവമാണ്, പക്ഷെ ഇപ്പോഴാണ് ശ്രദ്ധിച്ചത്. ഈ എന്താണ് ഞങ്ങൾ ചെയ്ത തെറ്റി ഞങ്ങൾക്ക് മനസ്സിലാവണില്ല. ഒരു ടൂർണമെൻറ്റിൽ നിന്ന് പുറത്തായതാ, അതും ഒരു ICC ഇവൻ്റ്. സ്വന്തം നാട്ടിൽ 29 വർഷങ്ങൾക്ക് ശേഷം നടന്ന ഒരു ICC ഇവൻ്റിൽ നിന്ന് ഞങ്ങൾ പുറത്തായി. കളിയാണ്, കായികനോണ്, ചിലപ്പോൾ പുറത്താകും, ചിലപ്പോൾ ജയിക്കും. അതൊക്കെ ആ ഒരു സ്പിരിറ്റിൽ എടുക്കണം. ഇപ്പം ഞങ്ങളെ കൊരങ്ങന്മാരോട് ഉപമിച്ചാക്കണ ഞങ്ങളുടെ എന്തൊരു കഷ്ടമാണത്. നിങ്ങൾ ഞങ്ങളുടെ ഇതിഹാസ ബോളർ തന്നെ ഇരുന്ന ഇമാതിരി ചതി ഞങ്ങളോട് വേണ്ടായിരുന്നിട്ട്. ഏതായാലും ഹായ് ഫ്രണ്ട്സ്, സിക്സ് സ്പോർട്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിൽ ഇന്ത്യക്കെതിരെ തോറ്റ് സെമി ഫൈനൽ കാണാതെ പുറത്തായ പാകിസ്ഥാൻ ടീമിനെതിരെ രൂക്ഷ വിമർശനവുമായി മുൻ ക്യാപ്റ്റൻ വസീം അക്രം. പാക് ടീമിന്റെ ഭക്ഷണ രീതിയെക്കുറിച്ചാണ് അക്രം വിമർശിച്ചത്. ഇന്ത്യക്കെതിരായ മത്സരത്തിൻ്റെ ഒന്നാമത്തെയോ രണ്ടാമത്തെയോ ഡ്രിങ്ക്സ് ബ്രേക്കിനിടെ ഞാൻ കണ്ടത് പാക് കളിക്കാർക്ക് കഴിക്കാനായി ഒരു പാത്രം നിറയെ ഏത്തപ്പഴം കൊടുക്കുന്നതാണ്. കുരങ്ങന്മാർക്ക് പോലും അത്രയും നേന്ത്രപ്പഴം കഴിക്കില്ല. ഇതാണ് ഇവരുടെ ഡയറ്റ്. ഇമ്രാൻഖാൻ ക്യാപ്റ്റനായിരുന്ന കാലത്ത് ഞങ്ങളൊക്കെ ഇത് ചെയ്തിരുന്നുവെങ്കിൽ ഞങ്ങളെ തല്ലുമായിരുന്നു. ടെലിവിഷൻ ചർച്ചയ്ക്കിടെയാണ് വസീം അക്രം വിമർശിച്ചത്. 2023 ഏകദിന ലോകകപ്പിനിടെയും പാക്കിൻ്റെ ഭക്ഷണ രീതിയെക്കുറിച്ച് അക്രം കടുത്ത ഭാഷയിൽ തന്നെ വിമർശിച്ചിരുന്നു. കഴിഞ്ഞ 2 വർഷമായി ടീമിൻ്റെ ഫിറ്റ്നസ് ടെസ്റ്റ് നടത്തുന്നില്ലെന്നും ചില സമയങ്ങളിൽ ദിവസവും 8 കിലോ മട്ടൻ കഴിക്കാറുണ്ടെന്നും തോന്നും എന്നാണ് അക്രം വ്യക്തമാക്കിയത്. ക്രിക്കറ്റിൻ്റെ വേഗം കൂടിയത് തിരിച്ചറിയാതെ ഇപ്പോഴും പരമ്പരാഗത രീതിയിലുള്ള ക്രിക്കറ്റാണ് പാക് താരങ്ങൾ ചാമ്പ്യൻസ് ട്രോഫിയിൽ കളിച്ചതെന്നും അക്രം പറഞ്ഞു. വർഷങ്ങളായി വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ പരമ്പരാഗത ക്രിക്കറ്റാണ് പാകിസ്ഥാൻ കളിക്കുന്നത്. അത് മാറണമെങ്കിൽ കാര്യമായ മാറ്റം തന്നെ വേണ്ടിവരും. നിർഭരരായ കളിക്കാരെ ടീമിലെടുക്കേണ്ടി വരും. അതിനായി നിലവിലെ ടീമിൽ 5 or 6 കളിക്കാരെ ഒഴിവാക്കിയാലും കുഴപ്പമില്ലെന്നാണ് വസീം അക്രം പറയുന്നത്. ഏതായാലും ഇനി പാക് ക്രിക്കറ്റ് ടീം ക്രിക്കറ്റിലേക്ക് തിരിച്ചു വരികയോ ഇല്ലയോ എന്നത് കണ്ടറിയേണ്ട കാര്യം തന്നെയാണ്. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ സബ്സ്ക്രിപ്ഷൻ ബട്ടൺ ഇട്ടേക്കൂ എന്ന് നിങ്ങളോട് പറഞ്ഞുകൊണ്ട് ഞാനിവിടെ നിർത്തുന്നു. അടുത്ത വീഡിയോയിൽ കാണാം.